ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ കേവ് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും വളരെ കട്ടറും ഭയങ്കര ഒരു അതിസാഹസികമായിട്ടുള്ളൊരു വഴിയാണത്. ശരിക്കും കാറ് പോകുന്നതിന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇപ്പുറത്തെ സൈഡ് ഒരു സൈഡ് തോടാണ്, ഒരു സൈഡിൽ വേറെന്തോ ഒരു കുഴിയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ പിന്നെ റോഡും അത്ര ശരിയല്ല. എന്നാലും അത് ഒരു അഡ്വഞ്ചർ സംഭവമായിരുന്നു. ഈ റിസോർട്ടിൻ്റെ പേര് ഫോക്ക് നോൾസ് എന്നാണ്. ഇതിനകത്ത് നമ്മൾ ഈ കാറിട്ടെങ്കിൽ താഴെയാണ്, അതായത് ലിറ്ററലി അതിൻ്റെ താഴെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഫുള്ള് കേവ് റൂംസുകളാണ്. ഒരുപാട് കേവ് റൂംസ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു കേവ് റൂമാണ് എടുത്തേക്കുന്നത്. ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. ഇവിടെ നിന്നൊരു ഒരു ചെറിയൊരു വ്യൂ ആണ്. നമ്മൾ ഈ ഇതിനകത്തോട്ട് ഇറങ്ങിയാലും ആ വ്യൂ കാണാൻ പറ്റും. ഇതിൻ്റെ മേളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു അരുവി, ചെറിയ കുറച്ച് പരിപാടികളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. നമ്മൾ കേവ് റൂമിൽ അതിനകത്തിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേക വേറൊരു ക്ലൈമറ്റാണ്. ഒരു ചെറിയ ചൂട്, അത് വേറൊരു ലെവലാണ്. നമ്മൾ വന്ന് അനുഭവിച്ചാലേ പറ്റുള്ളൂ. ഇത് ശരിക്കും ഇവിടുത്തെ നമ്മൾ വന്നിട്ട് ജസ്റ്റ് ഒരു ഇവിടുത്തെ സൈക്കിളൊക്കെ എടുത്ത് ചവിട്ടിയായിരുന്നു. ഈ സൈക്കിൾ കൊണ്ട് നമുക്ക് എവിടെ പോകാം, വേണമെങ്കിൽ അങ്ങോട്ട് നമ്മളാരും റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്തില്ല. നമ്മൾ നേരെ ഞാൻ ഇങ്ങനെ ഓടിച്ച് വെളിയിലൊക്കെ പോയി പയ്യെ കറങ്ങിയിട്ടൊക്കെ വന്നു. അപ്പോൾ നമുക്കിനി ഈ കേവ് റൂമിലോട്ട് പോകാം. കേവ് റൂം ഇതല്ല, ശരിക്കും ഇതൊരു എൻട്രൻസ് ആണ്. ഇത് ഇങ്ങനെ ഒരു അഗാധമായ ഗർത്തം പോലെയാണ്. ചെറിയ സ്റ്റെപ്പൊക്കെ ഉണ്ട്. താഴോട്ട് പോകുമ്പോൾ കുറച്ച് നമുക്ക് കാഴ്ചകളുണ്ട്. ഇവിടുത്തെ റിസപ്ഷനെ കാണാൻ ഭയങ്കര രസമാണ്. വേറൊരു രീതിയിലുള്ള ഒരു റിസപ്ഷനൊക്കെയാണ്. ഇതിനകത്ത് തന്നെയാണ് ഈ റൂമിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ വന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇത് നമ്മൾ പ്ലേ ഏരിയയിലാണ് നമ്മൾ പോകുന്നത്. ആ പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കാണാൻ. ഇവരിവിടെ ഒരു ഓപ്പണിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ വിഷ്വൽ തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണും പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അമ്മാതിരി വ്യൂസ് ഉണ്ട് ഇവിടെ. താഴോട്ടൊക്കെ എന്തൊക്കെ ഉണ്ട്. അതായത് ശരിക്കും ഇതിൻ്റെ താഴെയാണ് റൂംസ് വരുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെയും താഴെ ഇങ്ങനെ അവരിങ്ങനെ താഴോട്ട് കൊത്തി ഈ സ്റ്റെപ്പുകൾ ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് പോകേണ്ടത്. ഇതാണ് ഇവിടുത്തെ പ്ലേ ഏരിയ. ഇതിൻ്റെ ബാക്കിലായിട്ട്, ഈ പിക്ചറിൻ്റെ ബാക്കിലായിട്ട് ശരിക്കും അവിടെ തിയേറ്ററാണ്. തിയേറ്ററിനകത്ത് നമ്മൾ അന്ന് ഒരു സിനിമയ്ക്ക് ചെറുതായിട്ട് കണ്ടായിരുന്നു. നമ്മൾ കണ്ടപ്പെടാൻ നമ്മൾ ഒരുപാട് നേരം ഇരുന്നില്ല. സിനിമ നമുക്ക് എപ്പോഴാണ് കാണാമല്ലോ. അപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ മണ്ടയിലാണ് നമ്മൾ നേരത്തെ നിന്നത്. നമ്മൾ നേരത്തെ എടുത്തപ്പോൾ കണ്ടത് ഇതാണ് ഇവിടുത്തെ കേവ് റിസപ്ഷൻ. ഇതൊരു പ്രത്യേകതരം റിസപ്ഷനാണ്. രാത്രി എത്തുമ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇതുവരെ വരികയാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ പേടിയൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. നിങ്ങളിപ്പോൾ കണ്ട ആ ഒരു സ്റ്റെപ്പിൽ വീണ്ടും അതിൻ്റെ താഴെ ഒരുപാടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ റൂമാണ്. ഇതാണ് നമ്മുടെ കേവ് റൂം. ഇതിനകത്തോട്ട് നിന്ന് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് നമുക്ക് കട്ടൻ മാറ്റി നോക്കാൻ പറ്റും. തുറന്ന് വേണമെങ്കിൽ ഇടാം. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ പോകുന്നത് ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ടർഫാൾ അല്ല, ഒരു വാട്ടർ സ്ട്രീം പോലെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതെങ്ങോട്ടാണെന്ന് അറിയാനാണ് വിജയ് ഫ്രണ്ടിൽ നിന്ന് പോകുന്നത്, ഞാൻ ബേക്കിൽ നിന്ന് പോകുന്നത്. അഥവാ വലിയ പുലിയോ ആനയോ എല്ലാം ചാടിയോ തിരിച്ചോടാലോ. അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണേ, നോക്കാം. ആണേ, വിജയ് ഒരു ചളി അടിച്ചാണ്, നിങ്ങൾ ആരും മൈൻഡ് ചെയ്യണ്ട. വിജയുടെ ഏറ്റവും വലിയൊരു ഹോബിയാണ് അതും ആർക്കും വേണ്ടാത്ത കുറേ ചളികൾ വാരി എറിയുക. ഇത് വേറൊരു ചളി കൊള്ളാം കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് പോവാൻ. നമ്മളൊരു 6 മണിക്കാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ആരുമില്ല. നമ്മൾ റിസോർട്ടിൽ കുറച്ചേരുണ്ട്, പക്ഷേ ഇങ്ങോട്ട് ഇപ്പോൾ ഇതുവരെ ആരുമില്ല. നമുക്ക് എത്ര മണി വരെ ഒന്ന് ഇവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ ഫാമിലി ആയതുകൊണ്ട് അവർ പറഞ്ഞ് കുറച്ച് നേരത്തെ വരണം. കാരണം അത് വരെ വേണമെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ഫാമിലി ആയതുകൊണ്ട് അവർ പറഞ്ഞ് കുറച്ച് നേരത്തെ വെറുതെ റിസ്ക് എടുക്കണ്ട. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ പറഞ്ഞാൽ ഇവിടെ എത്ര നേരം വേണമെങ്കിൽ നിൽക്കാം. അയ്യോ, എൻ്റെ വിജയ് കാണാനില്ല. ഇങ്ങോട്ട് പോയാ എന്തോ. കാണിക്കട്ടെ വിജയ്. വിജയ് കാണിക്കുന്നില്ല. വിജയ് സുസും മുള്ളാൻ പോയിരിക്കുക. അതുകൊണ്ട് ഞാൻ വിജയ് കാണിക്കുന്നില്ല. നമ്മൾ ഇവർ പറഞ്ഞ അരുവി, ആ വാട്ടർ സ്ട്രീമിനെ കണ്ടുപിടിച്ചിരിക്കുന്നു. കൊള്ളാം കേട്ടോ ഗൈസ്, നല്ല സൂപ്പറായിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്ന വഴികൾ ചിലപ്പം വീഴാൻ ചാൻസ് ഉള്ളതാണ്. സോ ഞാൻ എൻഡ് ചെയ്യുന്നു. ഗായ്സ്, ഇത് കണ്ടാൽ ശരിക്കും നമുക്കിത് ഇറങ്ങി കുളിക്കാൻ തോന്നും. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കാണ് വരണമെങ്കിൽ നിങ്ങൾ കുളിക്കരുത്. ഇവിടെ ശരിക്കും അറിഞ്ഞൂടെ എങ്ങനെയാണ് ആഴമെന്നൊക്കെ. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വരിക. ബി സേഫ് ഗായ്സ്. അപ്പം നമ്മൾ
നൈറ്റ് ആയിരിക്കണം. അത് നൈറ്റ് ഇവിടുത്തെ ഒരു ഫീലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ വന്ന് തന്നെ അറിയണം. അമ്മാതിരി ഫീലാണ്. കാരണം നൈറ്റ് സത്യം പറഞ്ഞാൽ ഈ നമ്മൾ കേവ് റൂമിനകത്ത് അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് വേറൊരു പുറമായിട്ടുള്ള ഒരു കണക്ഷനും ഇല്ല. അവിടെ ഒരു കൂടെ ഉള്ളൊരു കേവ് റിസപ്ഷൻ മാത്രമാണ്. ഈ നൈറ്റ് ഇതിനകത്ത് പോകുന്നൊരു ഫീലൂടെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ കേവ് റൂമിൽ പ്രത്യേകതര ഒരു ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ്, പക്ഷേ അത് മിസ്സായിപ്പോയി. അത് കാണിക്കാൻ പറ്റിയില്ല. അതൊരു നല്ലൊരു വൈബായിട്ടുള്ളൊരു ബാത്റൂമായിരുന്നു. കാരണം അതിനകത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളതിൽ പേടിച്ച് നമ്മൾ കാര്യം സാധിച്ചു പോകാം. അമ്മാതിരി ഒരു ബാത്റൂമാണ്. കാരണം പാറയുടെ ഒരു സംഭവമൊക്കെ വന്ന് ഓർക്കുമ്പോഴേ പേടിയാവുന്നു. ഇപ്പോൾ നിങ്ങളിത് കാണുന്ന ചെറിയൊരു പേടി വന്നുള്ളൂ. ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ ഇവിടെ വരാൻ ചെറിയൊരു പേടി വരും. എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു, ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്നാലും അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദിമ മനുഷ്യരൊക്കെ കേവ് റൂമിൽ താമസിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ഫീൽ കിട്ടും. അമ്മാതിരി ഒരു പരിപാടിയാണ്. നമ്മളിവിടുത്തെ ഐസ്ക്രീമൊക്കെ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അവിടുത്തെ കുറച്ച് ഫുഡൊക്കെ കൊള്ളായിരുന്നു. ഐസ്ക്രീമും നൂഡിൽസൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇളയ ദളപതി വിജയുടെ തെറി സിനിമയെ കണ്ടിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ധൈര്യം വരുമല്ലോ. ഇവിടെ ഒരു യക്ഷിയായിട്ടുള്ളൊരു ആൾ ഐസ്ക്രീം വെച്ച് നിൽക്കുന്നൊരു ഫോട്ടോയാണ്. അപ്പോൾ അത് കഴിഞ്ഞു ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു കാണിക്കും, പക്ഷേ അതെല്ലാം എൻ്റെ മിസ്സായിപ്പോയി. ഇപ്പോൾ ഉള്ളത് വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ രാവിലെ കുതിര സവാരി ഉണ്ട്. അത് നമുക്ക് ഫ്രീ ആണ്. സത്യം പറഞ്ഞാൽ എന്നെ പുള്ളി ഒരുപാട് ദൂരമൊന്നും കൊണ്ടുപോയില്ല. കാരണം ഞാനിത്തിരി കുതിരയേക്കാൾ വെയിറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളി പെട്ടെന്ന് തന്നെ കുതിരയ്ക്ക് പണിയാക്കേണ്ടത് മുന്നേ തിരിച്ച് നിർത്തിയായിരുന്നു. പക്ഷേ ചിന്നു കയറിയപ്പം ചിന്നുവിനെ കൊണ്ട് ഒരുപാട് ദൂരം പോയി കറങ്ങിയിട്ടൊക്കെ വന്നായിരുന്നു. നമുക്ക് ഇത്രയും കിട്ടിയതിന് ഭാഗ്യം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഇറങ്ങി. കാരണം കുതിരയ്ക്ക് പണി ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഓടി ഗൈസ്. നീ ഇറങ്ങലു, ഞാൻ കേറലു. Asu. മഞ്ഞ് നോക്ക്. നമുക്കിനി ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ പറയാം ഗൈസ്. കാരണം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് നോച്ച് സാധനം തന്നെയാണ്. ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് നമ്മൾ ഹോട്ടലിൽ പോയി കഴിച്ചത്. പിന്നെ ചിന്നു കഴിക്കുന്നത് അതിന് തകർക്കാൻ ആരുമില്ല. ഞാൻ പറഞ്ഞ ഹോട്ടലിലെ കാര്യമാണ്. പിന്നെ നമ്മൾ ആദ്യം ആ വീഡിയോ ജസ്റ്റ് ഒന്നും പറയാതെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേട്ടില്ല. ആ സൗണ്ട് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീരുന്നവരെ ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു റിഫ്രഷിങ് സംഭവമാണ്. അത് കേട്ടുകൊണ്ട് കഴിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ ഉണ്ട്, ദോശ ചമ്മന്തി വരെ ഉണ്ട് ഇവിടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം പൂരിയാണ്. അതുകൊണ്ട് നമ്മൾ പൂരി, അതിന് കുറച്ച് കുറുമയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ വെറൈറ്റി ഓഫ് ഷേക്സ് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എത്ര കൂടെ കഴിക്കാം. അമ്മാതിരി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, പൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കേവ് റൂമിൽ പോയി ഇനി ഇവിടെ പറയുന്ന സമയമാണ് ഗൈസ്. ശരിക്കും നമ്മളെടുത്ത സ്റ്റേയിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും സൂപ്പറായിട്ടുള്ള സ്റ്റേ ഇതായിരുന്നു. ഒരു രക്ഷയില്ല, വൈബ് പൊളി, ടോപ്പ് നോച്ച്. പിന്നെ ഇവിടെ ഒരു ബെല്ലുണ്ടായിരുന്നു, ഇപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ ബെല്ലോട് കൂടി നമ്മളിത് നിർത്തുകയാണ്. നിങ്ങളും നമ്മുടെ സബ്സ്ക്രൈബർ ബെല്ലിൽ പിടിച്ച് ആട്ടുക. ഓക്കെ, ബൈ.